നമ്മുടെ യൂത്തിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, എന്റെ മക്കളെ ഈ ഡ്രഗ്സിലൊന്നും അല്ല ലഹരി നിൽക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുക, ആ ബ്രാൻഡിന്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാണ് യഥാർത്ഥ ലഹരി. ആ ലഹരി ആയിരിക്കണം നമ്മൾ ബ്രാൻഡ് ഓണേഴ്സിന് ഉണ്ടാകുന്നത്. ആത്മവിശ്വാസത്തിൽ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്താൽ നടക്കുന്നത് വരെ 3 അല്ല 30 അല്ല 300 അല്ല, നമുക്ക് വേറെ എന്താ പണി? മരിക്കുന്ന വരെ പണിയെടുത്ത് ജീവിക്കലാണ്. അപ്പൊ എന്താണ് നമ്മുടെ ജോലി? പണി. മരിക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കും, കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. പലർക്കും അതില്ല. ഡൽഹിയിൽ എനിക്കറിയാവുന്ന എന്റെ ബന്ധുവായ അങ്കിൾ വാൻഡിയും ഡൽഹിയിൽ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഒരേ ഒരു മകളാണ്. എപ്പോഴും ഞാൻ ചില പേരോട് പറയും, ഒന്ന് അവളോട് പറയടാ, അവൾ എന്ത് ചെയ്താ പഠിക്കില്ല, ഇവർ കൊണ്ട് അവളെ എൻട്രൻസിനാക്കുന്നു, അതിനാക്കുന്നു, എന്തും ചെയ്യില്ല. ആ പെണ്ണ ആ പടം ചെയ്യണത് പടം വരയ്ക്കും. ഞാനൊരു സോറി, നിങ്ങൾ ഈ കിടന്ന് കൊച്ചിനെ വഴക്കില്ല, നിങ്ങൾ ആ കൊച്ചിനെ പടം വരയ്ക്കാൻ കൊണ്ട് കോഴ്സിൽ കൊണ്ട് ചേർക്കാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണ് മുതൽ എന്തായാലും പൂനെയിലെ സിംബയോസിസിൽ അവർ പടം വരയെ ബന്ധപ്പെട്ട കൊച്ചിനെ കൊണ്ട് ചേർത്തു. കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് അപ്പൻ പെൻഷൻ പറ്റിയപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു. അപ്പൊ മോളില്ല എവിടെ ചോദിച്ചപ്പോൾ എവിടെയാ? മോളിൽ ലണ്ടനില്ല. എവിടെ പോയി? ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ, ലണ്ടൻ കൾച്ചറൽ അസോസിയേഷൻ കൂടി ലണ്ടനിൽ ചിത്രപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കാൻ പോയി ചോദിച്ചു. വൈകുന്നേരം അത്താഴം കൊച്ചിന്റെ മെസ്സേജ് അമ്മയ്ക്ക് വന്നു, അമ്മേ ഇന്ന് എന്റെ ഒരു പടമേ വിറ്റ് പോയുള്ളൂ, അറൌണ്ട് 3 lakhs. ഇംഗ്ലണ്ടിലെ സായിപ്പിന് 3 lakhs കപ്പലിന്റെ വരെ ആയിരിക്കും. ഞാൻ അപ്പനമ്മയോട് ചോദിച്ചു, നിങ്ങൾ 2 1-ാം തീയതി 30-ാം തീയതി ഈ കോളേജിൽ പോയിട്ട് വന്ന് എന്ത് കിട്ടുന്നുള്ളൂ? ആ കൊച്ചു ഒറ്റ ദിവസം ഒരു പടം വിറ്റാൽ കിട്ടിയ 3 ലക്ഷം രൂപ. അതുകൊണ്ട് എന്തിനും ഏതിനും ചാൻസ് ഉണ്ട്.